എല്ലാവർക്കും വന്ദനം. ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് കർത്താവിൽ ബലപ്പെടാം. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഓരോ പ്രഭാതവും ആരംഭിക്കാം. നമ്മുടെ രക്ഷ, നമ്മുടെ സൗഖ്യം, നമ്മുടെ സമാധാനം, നമ്മുടെ ഉയർച്ച, നമ്മുടെ ഭാവി എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടുക എന്ന് പൗലോസ് പറയുന്നു. കർത്താവിൽ ബലപ്പെടാം. നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളില്ലേ, ആ അബദ്ധങ്ങൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കാളധികം നമ്മെ താഴ്മയുള്ളവരും ജീവിതത്തിൽ ഉയർച്ചകളുള്ളവരാക്കി മാറ്റും എന്ന സത്യം നമ്മൾ അറിയണം. നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങൾ നമ്മൾ താഴോട്ട് പോകുകയല്ല, നമ്മൾ വിനയമുള്ളവരായി മാറാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ്. അതായത് എപ്പോഴും നേട്ടങ്ങൾ മാത്രം കൈവരിക്കുന്ന ഒരു വ്യക്തി അഹങ്കാരിയായിരിക്കും. എന്നാൽ അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് എനിക്കും അബദ്ധം പറ്റും, ഭൂമിയിൽ എല്ലാവർക്കും അബദ്ധം പറ്റും, അഹങ്കരിക്കാനൊന്നുമില്ല, ഏത് മനുഷ്യന് അബദ്ധങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കൂടി ദൈവം തരുന്ന അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ അബദ്ധങ്ങളില്ലേ, ആ അബദ്ധങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളെക്കാൾ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ സത്യങ്ങളിൽ ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 24 മുതൽ വീണ്ടും ധ്യാനിക്കാം. പിറ്റേന്നാൾ കൈസറിയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. കൊർന്നല്യോസ് ദർശനം കണ്ടു. ആ ദർശനത്തിനൊത്തവണ്ണം ആൾക്കാരെ 3 പേരെ യോപ്പയിലേക്ക് അയച്ചു. യോപ്പയിലുള്ള പത്രോസിനെ ദൈവം ദർശനം കൊടുത്തു. ആ ദർശനത്തിനൊത്തവണ്ണം പത്രോസ് ഈ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോകും. നോക്കണേ, 2 സ്ഥലത്ത് ദർശനമാണ്. ദൈവം കണക്ട് ചെയ്യുന്നത് കണ്ടോ? ശൗലിനെ പൗലോസാക്കാൻ ദൈവം ചെയ്തത്, ശൗലിന് ദൈവം ഒരു ദർശനം കൊടുത്തു. നീ അവിടെ പോയിരുന്നോ, നീ കൊല്ലാൻ പോയാ, നീ ഉപദ്രവിക്കാൻ പോയാ ദമസ്കോസിൽ പോയി നീ പാർക്ക് എന്ന് പറഞ്ഞ് അവനെ 3 ദിവസം അവനവിടെ ഇരിക്കുകയാണ്. തിന്നാനും കുടിക്കാനും ഒന്നും അവൻ സമ്മതിച്ചില്ല, പട്ടിണി ഇരിക്കുകയാണ്. ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ ദർശനം കണ്ടു. അനന്യാസ് എന്ന് പേരുള്ള ഒരാൾ ഈ ശൗലിനെ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി പരിശുദ്ധാത്മപൂർണനാക്കുന്നു. ഇതാണ് അവൻ കാണുന്ന ദർശനം. ഇനി കിടന്നുറങ്ങുന്ന അനന്യാസിനോട് ദൈവം ഒരു ദർശനത്തിൽ, നീ ചെന്ന് തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക, അവൻ നീ കൈവെക്കുന്നതും കാത്തിരിക്കുകയാണ്. നോക്കണേ, 2 സ്ഥലത്തും ദൈവം ദർശനം കൊടുക്കുകയാണ്. ദൈവം വ്യക്തമായി സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ദർശനങ്ങൾ, സ്വപ്നങ്ങൾ. യേശു കുഞ്ഞിൻ്റെ ആ സീസൺ, ജനിക്കുന്ന സീസണിൽ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. ജോസഫേ, ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർക്കാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. അതുപോലെ ഉപേക്ഷണം എന്ന പരിപാടി നിർത്തി. അത് കഴിഞ്ഞിട്ട് ദാവീദിന്റെ മകനായ ജോസഫേ, നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക. സ്വപ്നങ്ങൾ, ചിലയിടത്ത് ദർശനങ്ങൾ. ഇതൊന്നും ഇല്ലാതെ ദൈവസഭയ്ക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദൈവസഭയിലാണോ നമുക്ക് ദർശനങ്ങൾ വേണം, ദൈവസഭയിൽ ആണോ നമുക്ക് സ്വപ്നങ്ങൾ വേണം, നമുക്ക് വെളിപ്പാടുകൾ വേണം. വെളിപ്പാടില്ലാത്തിടത്ത്, അതായത് മറഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പെട്ട് കിട്ടാത്ത ഇടത്ത് ജനം മര്യാദ കെട്ട് നടക്കും. ദർശനം, വെളിപ്പാട്, സ്വപ്നങ്ങൾ, ഇത് ദൈവസഭയ്ക്കുള്ളതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാനത് പകരും, പുത്രീപുത്രന്മാർക്ക് മറഞ്ഞതെല്ലാം വെളിപ്പെട്ട് കിട്ടുമെന്ന്, പ്രവചിക്കുമെന്ന്, ദർശനങ്ങൾ കാണുമെന്ന്, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന്. ഇത് എല്ലാവരുടെയും അവകാശമാണ്. ഒരു നിമിഷം ഒന്ന് ആഗ്രഹിച്ച്, കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാവരിലും ദർശനങ്ങൾ, വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ ഇന്ന് മുതൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ തന്നെ വാഞ്ചിക്കണം. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് ദൈവസഭ,
അതാണ് ഒരു ദൈവ പൈതൽ. ഇതാ ഈ അനുഭവമുള്ളവർ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. അവിടെ എന്തെങ്കിലും സംഭവിക്കും. വെളിപ്പാട് ദർശനങ്ങൾ ഉള്ളവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. എനിക്ക് എത്രയോ പേരെ അറിയാം. കാനഡയിൽ ഒരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ അവൾ തകർന്ന്, അവളുടെ ഭർത്താവ് അവളെ വഴിയിലിട്ടേച്ചു പോയി. വഴിയിലിട്ടേച്ച് ഒരു കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് കാറിൽ നിന്ന് രാത്രി ഇറക്കി വിട്ടു. അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അവൾക്ക് വീട് വിട്ട് വെളിയിലിറങ്ങാൻ അറിയില്ല. അവൻ അവളെ അവിടെ ഇറക്കി വിട്ടു. അവൾ എങ്ങനെയോ വീട്ടിലെത്തി. ഏറ്റവും ഭീകരമായൊരവസ്ഥയിൽ നിന്ന് അവൾ പുറത്തു വന്നു. വീട്ടിൽ വന്നു. അവൾ ദിവസങ്ങൾ, അവൾ കഴിക്കാനൊന്നുമില്ല. അവൾക്ക് പൈസയൊന്നും ഭർത്താവ് കൊടുത്തില്ല. അവൾക്ക് ജോലിയില്ല, വീട്ടുവാടക ഒന്നും കൊടുക്കാൻ ആരുമില്ല. അവൾ കുറേ പട്ടിണി കിടന്നു. ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എൻ്റെ രൂപം അവളെ കാണിച്ചു കൊടുത്തു. എന്നെ വിളിക്കാനായിട്ട് അവൾ കുറേ പരിശ്രമിച്ചു. അങ്ങനെ ഒടുവിൽ എങ്ങനെയോ എന്നെ കണക്ട് ചെയ്ത് കിട്ടി. നോക്കണം, വ്യക്തമായിട്ട് അവൾ എന്നെ കണ്ടിട്ടില്ല, സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ഇന്ന് കാനഡയിലുണ്ട്. അവൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കാനഡയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിലെ മെമ്പറാണ്. ഇടക്കാലപ്പുഴയിൽ വരുമ്പോൾ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ അവൾ വരാറുണ്ട്. അവളുടെ പിതാവ് സഹോദരനും ഇവിടെ വരാറുണ്ട്. കർത്താവ് ഏത് തകർച്ചയിലും ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ദർശനങ്ങൾ, സ്വപ്നങ്ങൾ. അതുകൊണ്ട് സ്വർഗീയ ദർശനങ്ങളും സ്വർഗീയ സ്വപ്നങ്ങളും സ്വർഗീയ വെളിപ്പാടുകളും നിങ്ങൾ പ്രാർത്ഥിച്ച് സ്വന്തമാക്കണം. 25-ാം വാക്യം. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. കൊർന്നേല്യോസ് സമൂഹത്തിൽ ആരാ? പ്രസിദ്ധനാണ്, സമ്പന്നനാണ്, പ്രമാണിയാണ്, വലിയ ശതാധിപനാണ്. അദ്ദേഹം പത്രോസിന്റെ, മീൻപിടുത്തക്കാരന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്താ അതിന്റെ കാരണം? ഒരു വ്യക്തിയിലുള്ള മൂല്യമാണ് അതിന്റെ കാര്യം. പത്രോസ് ശതാധിപനല്ല. യഹൂദന്മാരെ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു ബഹുമാനത്തിന്റെ യാതൊന്നും അദ്ദേഹത്തിനില്ല. സമ്പത്തില്ല. കൊർന്നേല്യോസിനെ പോലെ വലിയ വലിയ ബന്ധങ്ങളില്ല. ഒരു സാധാരണ മനുഷ്യൻ. ഒരു ദിവസം മുഴുവൻ നടന്ന് ഇതാ കൊർന്നേല്യോസിന്റെ വീട്ടിലേക്ക് എത്തിയ മനുഷ്യൻ. ഒരുപക്ഷെ ഒരു കുതിരയെ കൊർന്നേല്യോസ് അയച്ചു കാണും. ആ കുതിരപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒട്ടകപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കഴുതപ്പുറത്തായിരിക്കും പത്രോസ് വന്നത്. എന്നാൽ പത്രോസിനെ കണ്ടപ്പോൾ കൊർന്നേല്യോസ് കാൽക്കൽ വീണു. അത് തെറ്റൊന്നുമല്ല. കാരണം കൊർന്നേല്യോസിന് മനസ്സിലായി, ഈ വരുന്ന മനുഷ്യൻ രക്ഷാമാർഗം അറിയിക്കുന്നവൻ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ. അപ്പോസ്തല പ്രവൃത്തി 16 ചന്തസ്ഥലത്തുകൂടി പൗലോസും ശീലാസും നടന്നു പോകുമ്പോൾ ഭൂതം ബാധിച്ച ഒരു സ്ത്രീ പറയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇവർ. ഇവർ രക്ഷാമാർഗം അറിയിക്കുന്നവരാണ്. ഏറ്റവും വിലപ്പെട്ടവരാണ് ആര്? രക്ഷാമാർഗം അറിയിക്കുന്നവർ, യേശുവിനെ പറയുന്നവർ. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകത്തിൽ പറയുന്നത്, നന്മ സുവിശേഷിക്കുന്ന കാലുകൾ എത്ര മനോഹരം. മനോഹരമാണ്. നന്മ സുവിശേഷിക്കുന്ന കാലുകൾ വളരെ വിലയേറിയതാണ്. നിങ്ങൾ അറിയണം, നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. യേശു തെരഞ്ഞെടുത്തതുകൊണ്ടും യേശുവെന്ന സുവിശേഷം നിങ്ങളുടെ നാവിൽ ഉള്ളതുകൊണ്ടും നിങ്ങൾ അനേകരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിൻ്റെ മാനപാത്രമായതുകൊണ്ടും നിങ്ങൾ ദൈവത്തിന് ഏറ്റവും വില പിടിപ്പുള്ളവരാണ്. കൊർന്നേല്യോസ് പത്രോസിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അടുത്തത്, പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. ഞാനൊരു മനുഷ്യനാണ്, എന്നാൽ എന്നിൽ ദൈവികമായ മൂല്യം വന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നത്.
ഇതെപ്പോഴും നമ്മൾ അറിയണം. നമ്മിൽ കൃപയില്ലെങ്കിൽ, നമ്മിൽ യേശു വന്നില്ലായിരുന്നെങ്കിൽ, നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തതല്ലായിരുന്നെങ്കിൽ നമ്മെ ആരും ബഹുമാനിക്കില്ല. അപ്പൊ നമുക്ക് കിട്ടിയ ബഹുമാനം നമ്മൾ ഉണ്ടാക്കിയതോ നമ്മുടെ കുടുംബ സ്വത്തോ അല്ല, കർത്താവ് നമ്മിൽ വന്നപ്പോഴുണ്ടായ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ആ കഴുതപ്പുറത്ത് കർത്താവ് നടന്നപ്പോൾ കഴുതയ്ക്ക് പോലൊരു ബഹുമാനം ഉണ്ടായി. കഴുത നടന്നു പോയ സ്ഥലത്ത് അവർ കുരുത്തോലകളും വസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും വിരിച്ചു. ആ മേൽവസ്ത്രത്തിന്റെ മുകളിൽ കൂടി ചവിട്ടി നടന്നത് കർത്താവല്ല, കഴുതയാണ്. അപ്പോൾ ഓർത്താൽ മതി, എപ്പോഴും യേശു വാഹനമേറിയ കഴുതയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് പരവതാനിയൊക്കെ കിട്ടുന്നത്. ചെല്ലുന്നിടത്തെല്ലാം നല്ല വീടും കഴിക്കാനുള്ള ഭക്ഷണവും മാന്യതയും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. ഞാൻ എവിടെ ചെന്നാലും, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്നാലും വിളിച്ചുകൊണ്ടുപോകാനും പാർപ്പിക്കാനും യാത്രക്കുള്ള വണ്ടി, കഴിക്കാനുള്ള ഭക്ഷണം, പാർക്കാനുള്ള വീട്, കാണാൻ വരുന്ന ബന്ധങ്ങൾ. ഞാനോർക്കിത് നമ്മുടെ അമ്മാച്ചനല്ല, കൊച്ചപ്പനല്ല, ബന്ധുക്കളല്ല, നാട്ടുകാർ പോലുമല്ല, ഒരു പരിചയമില്ലാത്തവരെല്ലാം ഓടി വരികയാണ്. അത് ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ട മാന്യതയാണ്. ഈ മാന്യതയെ നാം എപ്പോഴും തിരിച്ചറിയണം. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ദൈവം നമുക്ക് തന്ന മാന്യതയാണ്. മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ വീട്ടിൽ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം യേശുവാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലമാണ്. പ്രവാചകൻ എന്ന് വെച്ച് സ്വീകരിച്ചാൽ പ്രവാചകന്റെ പ്രതിഫലം. ഈ എളിയവരിൽ ഒരാളെ എങ്ങനെ കൈക്കൊണ്ടാലും പ്രതിഫലമാണ്. ഏത് നിലയിൽ കൈക്കൊള്ളുന്നുവോ അതുപോലെ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവര് എയർപോർട്ടിൽ വരും, ഞാൻ ഇറങ്ങി ചെന്നാൽ വണ്ടി കയറിയാൽ മതി, നേരെ അവരങ്ങോട്ട് കൊണ്ടുപോകും. എന്നാൽ ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവര് എയർപോർട്ടിൽ പൂക്കളുമായിട്ട് കാത്തു നിൽക്കുകയാണ്. അത് ചർച്ചിലെ പാസ്റ്റർ, കുടുംബം, ചർച്ചിൻ്റെ പ്രതിനിധികൾ, കുറച്ച് പേര് അവർ ലീവ് എടുത്ത് വന്ന് ഭയങ്കര സ്വീകരണമാണ്. അത് കാണുമ്പോഴറിയാം സഭയിൽ എന്തോ നടക്കാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ കുവൈറ്റിൽ, ഒരു 15-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ ഞാൻ ചെന്നപ്പോൾ, 20 വർഷത്തോളമായി അവിടെ ചെന്നപ്പോൾ, എന്നെ സ്വീകരിക്കാൻ അവരുടെ ചർച്ച മൊത്തം വന്നേക്കാണ്. സഭയുടെ പാസ്റ്റർ ഒരു വശം തളർന്നതാണ്. ചർച്ചുകാർ പറഞ്ഞു, ഞങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരാം. പോരാ, ഞാൻ വരും. ഒരു വശം തളർന്ന പാസ്റ്റർ KT രാജു അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ എന്നെ കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഒരു കാലും ഒരു കൈയും വർക്കാകുന്നില്ല. ഞാൻ തന്നെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററാണ് വണ്ടി ഓടിക്കുന്നത്. അതെ, അങ്ങനെ കൈക്കൊള്ളുന്നവരുണ്ട്. അദ്ദേഹത്തിന് എന്തെല്ലാം ന്യായം പറയാം? ഇല്ല. വേറൊരിക്കല് ബാംഗ്ലൂർ ചെന്നപ്പോൾ, ഞാൻ ബാംഗ്ലൂര് എൻ്റെ പാസ്റ്ററെ കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഡ്രൈവറിനെ വിട്ടാൽ മതി. പാസ്റ്റർ പറഞ്ഞു, ഡ്രൈവർ വരുന്നുണ്ട്. നോക്കുമ്പോൾ MA വർഗീസ് പാസ്റ്റർ. ആരോഗ്യ പ്രശ്നങ്ങൾ 100. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറയും, പാസ്റ്റർ ഞാൻ വരൂലെന്ന് പറഞ്ഞു. പാസ്റ്റർ എന്നെ കാത്തു നിൽക്കുകയാണ്. 1.5 മണിക്കൂർ ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത് നോക്കി അവിടെ നിൽക്കുകയാണ്. അവിടെ ഡ്രൈവറുണ്ട്, എന്നാലും പാസ്റ്റർ വന്നിട്ട് എന്നെ കാത്തു നിൽക്കുകയാണ്, കൊണ്ടുപോകാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. 1.5 മണിക്കൂർ. ക്യാൻസർ വന്ന് കീമോ കഴിഞ്ഞ് വയ്യാത്ത മനുഷ്യൻ. എന്തുകൊണ്ടാ? ഞാൻ വലിയ ആളായിട്ടാണോ? അല്ല. അതൊക്കെ ദൈവം ചെയ്യുന്ന വഴികളാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി, ദൈവമേ എന്നെ മാനസാന്തരപ്പെടുത്തണേ, ഞാനങ്ങനെ ചെയ്യില്ലല്ലോ, ഞാനങ്ങനെ ചെയ്യുന്നവനല്ല. അപ്പം എന്നെ പഠിപ്പിക്കാനായിട്ട് ദൈവം ചിലരെ വലിയ ആൾക്കാരെ വെച്ചേക്കുന്നതാണ്. നമുക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവരെ കാണുമ്പോഴാണ്. ബഹുമാനിക്കൽ, അതായത് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠ
കൂട്ടരെന്ന് എണ്ണുക എന്ന് വായിച്ചിട്ടില്ലേ? ഇതാണ് കൊർന്നല്യോസ് ചെയ്യുന്നത്. കൊർന്നല്യോസിന് കാൽക്കൽ വീഴണമെന്നൊന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ദൈവദാസൻ ചർച്ചിൽ വരുമ്പോൾ ചിലരവിടെ നിന്ന് പ്രാർത്ഥിക്കും, വേറെ ചിലർ മുട്ടിന്മേൽ നിന്ന് ആ ദൈവദാസന്റെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കാറുണ്ട്. ഈ മുട്ടിന്മേൽ നിൽക്കുന്നവരെ സ്പെഷ്യലായിട്ട് ദൈവദാസന്മാരെ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അത് ഒരു വിനയത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഒരു ദൈവദാസൻ വന്നാൽ മുട്ടിന്മേൽ നിന്നോളാൻ പറയും. എത്രത്തോളം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിനയത്തോടെ നിൽക്കുന്നുവോ അതൊരു താഴ്മയാണ്. ഇതൊന്നും ഒരു ആചാരമൊന്നുമല്ല. ഞങ്ങളെക്കാൾ ജൂനിയേഴ്സായിട്ടുള്ള ആൾക്കാർ വന്നാലും ഞാനും കുടുംബമായിട്ട് ചിലരുടെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കും. എല്ലാവരുടെ അടുത്തല്ല, ചിലരുടെ മുമ്പിൽ. കാരണം ആ വ്യക്തിയുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കലവറ അത്രയും വലുതാണ്. താഴ്മയുള്ളിടത്തോട്ടെ ഒഴുക്കുണ്ടാകും. ഒരു ഒഴുക്ക് നടക്കണമെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരാകണം. കൊർന്നല്യോസ് പത്രോസിൻ്റെ കാൽക്കൽ വീണു. പത്രോസോ, എഴുന്നേൽക്ക്, ഞാനും ഒരു മനുഷ്യനത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അതിൽ പത്രോസ് അഹങ്കരിക്കുന്നില്ല, എഴുന്നേൽക്ക്. ഇങ്ങനെയുള്ള മര്യാദകൾ ദൈവസഭകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ കേൾക്കുന്നവരറിയണം. അവിടെയൊക്കെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. അങ്ങനെയുള്ളിടത്തൊക്കെ ഭയങ്കര ആത്മപ്രവാഹമുണ്ടാകും. എങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെ കൈക്കൊള്ളുന്നുവോ അതുപോലെ. പലർക്കും പലരെയും ബഹുമാനിക്കാൻ അറിയില്ല. പല ദൈവദാസന്മാരെ വിളിച്ചിട്ട് ഏറ്റവും ഒടുവിൽ പോകാൻ നേരത്ത് അദ്ദേഹത്തിന് വണ്ടിക്കൂലി പോലും കൊടുക്കത്തില്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടും. അങ്ങനെയല്ല, ഒരു ദൈവദാസനെ വിളിച്ചാൽ ആ ദൈവദാസനെ ബഹുമാനിച്ചു വിടണം. നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല താമസം കൊടുക്കണം, അങ്ങനെ ബഹുമാനിക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണ്, ഹൃദയം നിറഞ്ഞനുഗ്രഹിക്കണം. അതുപോലെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവരെ സ്വീകരിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ നല്ല പാഠങ്ങൾ, പ്രായോഗികമാക്കാൻ പറ്റിയ പാഠങ്ങൾ, വേദപുസ്തകത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്ന ഈ വിലപ്പെട്ട പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ ഇനിയും കർത്താവ് കൃപ തരണമേ. ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുവാൻ ഈ ദൈവവചന സത്യങ്ങളിലെ മർമ്മങ്ങൾ, അനുഗ്രഹത്തിൻ്റെ മുഖാന്തിരങ്ങൾ എല്ലാം ഞങ്ങളെ ഗ്രഹിപ്പിച്ച് ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവരെ സ്വീകരിക്കേണ്ട രീതികൾ മനസ്സിലാക്കാൻ സ്വർഗം കൃപ കൊടുക്കണം, ബലപ്പെടുത്തണം. ആരും വില കുറഞ്ഞു കാണാതെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയാതെ ഇനി ഒരു നാളും കർത്താവിനെ കാണില്ലെന്ന് കർത്താവ് പറഞ്ഞല്ലോ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഓരോ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് സ്വീകരിപ്പാനും അല്ലാത്തവരെ വീട്ടിൽ കൈക്കൊള്ളാതിരിപ്പാനും വേദപുസ്തകം പറയുന്നത് പോലെ ജ്ഞാനവും വിവേകവും കർത്താവ് കൊടുക്കണം. ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൂടിയിരിക്കണം. അവർ സൗഖ്യമാകട്ടെ, അവർ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. ദൈവം അയക്കുന്ന ദൈവപുരുഷന്മാരെ ഇവർ കാണട്ടെ. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ദാവീദ് ശമൂവേലിൽ നിന്ന് അഭിഷേകം ഏറ്റുവാങ്ങിയതുപോലെയുള്ള അനുഭവങ്ങൾ ഈ മക്കൾക്കുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നിശ്ചയമായിട്ടും കർത്താവ് അത് ചെയ്യും. നമുക്ക് കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.